വണക്കം. പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. കാര്യപരിപാടികളിലേക്ക് കടക്കുമ്പോൾ കേരളം ചരിത്രത്തിൻ്റെ ചുഴിയിലേക്ക് നീങ്ങുകയാണ്. ചുഴിയിലേക്ക്. ശബരിമല സംരക്ഷണ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഈ യാത്രയുടെ പതാക, ഈ യാത്രയുടെ നായകൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അവർക്ക് കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു. ഈ തീരുമാനം ഇന്ത്യ എടുത്തിട്ട് 48 മണിക്കൂർ സമയമായിട്ടില്ല, 36 മണിക്കൂർ മാത്രമേ ആയിട്ടുള്ളൂ. 36 മണിക്കൂർ കൊണ്ട് ഇത്രയും വലിയ ഒരു യാത്ര സംഘടിപ്പിക്കാനും ഇത്രയും വലിയൊരു പുരുഷാരം ഇവിടെ എത്തിച്ചേരാനും അത് സംഘടിപ്പിക്കാൻ സാധിക്കുക വഴി നമ്മുടെ രാഷ്ട്രീയ പോരാട്ട ചരിത്രത്തിലെ ഒരു വലിയ ഇതിഹാസമായി ഈ സമ്മേളനത്തെ മാറ്റിയ നിങ്ങൾ ഓരോരുത്തരെയും, ഇന്ത്യയുടെ എല്ലാ പ്രവർത്തകന്മാരെയും ആദ്യമായി അനുമോദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു സത്യം മനസ്സിലാക്കാനും ഈ അവസരം ഉപയോഗിക്കണം. ജാഥ ക്യാപ്റ്റൻ പറഞ്ഞതുപോലെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. തികഞ്ഞ രാഷ്ട്രീയ പോരാട്ടം. എന്ന് വെച്ചാൽ രാഷ്ട്രീയമാണ് കാര്യം. രാഷ്ട്രീയക്കാർ അവരുടെ സമരമായിട്ട് പോയിക്കോട്ടെ, ഞങ്ങൾക്കൊന്നും പറയാനില്ല. പക്ഷേ ചില സമുദായക്കാർ ഇതുമായിട്ട് മുമ്പോട്ട് പോയാൽ ഞങ്ങളും സമാന ചിന്താധിക്കാരായ ഹിന്ദു സമുദായത്തെ വിളിച്ചു കൂട്ടിയിട്ട് ഇവരുടെ ലക്ഷ്യം എന്താണെന്നും മാർഗം എന്താണെന്നും ഉദ്ദേശം എന്താണെന്നും ഞങ്ങൾ വിശദീകരിച്ച് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞ നടേശഗുരുവിൻ്റെ കുടുംബത്തിൽ പിളർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു എന്നതാണ് ശ്രീധരൻ പിള്ളയുടെ ആദ്യത്തെ രാഷ്ട്രീയ വിജയം. കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്ന ഒരു നവോത്ഥാന നായകനായി മാറിക്കൊണ്ടിരിക്കുന്ന എന്റെ ആത്മമിത്രം, ഇന്ത്യയുടെ അമരക്കാരൻ ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയാണ്. അദ്ദേഹത്തെ അതിനായി ക്ഷണിച്ചുകൊണ്ട് എന്റെ ഈ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഭാരത്. എന്തിനാണ് ക്ഷണിച്ചത് എന്നല്ലേ BJPയുടെ രാഷ്ട്രീയ പോരാട്ടം ഉദ്ഘാടനം ചെയ്യാൻ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഒരു വിഭാഗത്തിന്റെ നമ്മുടെ ഏറ്റവും വലിയ വികാരം, അതിനെ ഖനിക്കുന്ന രീതിയിലുള്ള വിധി വന്നപ്പോൾ വളരെ നിസ്സാരമായി സർക്കാരുകൾക്ക് തീരുമാനമെടുത്ത് മാറ്റുവാൻ കഴിയുമായിരുന്നെങ്കിലും അത് കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുവാനുള്ള ബാധ്യത വിശ്വാസികളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു അടുത്തൊരു വിമോചന സമരം നടത്താമെന്നാണോ വിചാരം? പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പൊള്ളത്തരത്തെ പറ്റി വിശദീകരിച്ച് ഈ രാജ്യം മുഴുവൻ പ്രചരണം നടത്തുവാൻ സമാന ചിന്താഗതിക്കാരായ സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് SNDP യോഗം മുമ്പോട്ട് പോകേണ്ടി വരും വിശദീകരണം നൽകാൻ. SNDP യോഗത്തിൻ്റെ ചരിത്രത്തിൽ തിളങ്ങുന്ന ജനറൽ സെക്രട്ടറി C കേശവൻ്റെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നു. C കേശവന് നേരെ എതിരായിരുന്നു മകൻ K ബാലകൃഷ്ണൻ. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സുകാരനായ C കേശവന് പുരോഗമനം പോരാ എന്നായിരുന്നു RSPക്കാരനായ K ബാലകൃഷ്ണൻ്റെ ലൈൻ. അല്ലാതെ തുഷാറിനെ പോലെ അച്ഛന് പുരോഗമനം കൂടി എന്നല്ല. ഈ യാത്രയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി തീരും എന്ന് മാത്രം ഈ വേളയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടെ യോഗവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറഞ്ഞു വരുമ്പോൾ തുഷാറും SNDP യോഗത്തിൻ്റെ ഒരു ഭാരവാഹിയാണ്. അതെ, തെറ്റിദ്ധാരണ കൊണ്ട് പലരും ഒറ്റപ്പെട്ട് ഞങ്ങളുടെ ആളുകളും പോകുന്നുണ്ട്. പലരും എന്നെ വിളിച്ചിട്ട് പോകാമോ, കാരണം ഇങ്ങനെ കരയോഗത്തിൽ നിന്ന് ഞാൻ കത്ത് തന്ന് ശാഖയ്ക്ക് ചെങ്ങന്നൂരിൽ നിന്നാണ് എനിക്ക് ഇന്നിപ്പോൾ വിളിച്ചത്. കരയോഗത്തിൽ നിന്ന് കത്ത് തന്ന് പോകാമോ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ ഒറ്റപ്പെട്ട് ഒരു പോയ ആളുകളില്ലേ എന്ന് ചോദിച്ചാൽ കാണും. ഒരു പൊതുനയം എന്ന നിലയിൽ ഞാൻ നയതാണ്. പക്ഷേ ഇത് കൂടുതൽ മുമ്പോട്ട് തള്ളിയാൽ ഞങ്ങളുടേതായ സംഘടനാ സെറ്റപ്പിൽ ആളെ വിളിച്ചുകൂട്ടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അതിൻ്റെ വിശദീകരണങ്ങൾ നടത്തേണ്ടത്. അപ്പോഴാണ് പോരാട്ടത്തിനൊരു ഹരം വരിക. മകൻ ഉദ്ഘാടനം ചെയ്ത പോരാട്ടത്തിനെതിരെ അച്ഛൻ്റെ പോരാട്ടം. ഹര ഹരോ ഹര. അപ്പോൾ പറഞ്ഞു വന്നത്
ശബരിമല സംരക്ഷണ യാത്രയുടെ കഥയാണല്ലോ. യഥാർത്ഥത്തിൽ ഇത് ശബരിമലയെ മാത്രം സംരക്ഷിക്കാനുള്ള യാത്രയല്ല. ഇത് കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിന് മാത്രം ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമല്ല. ക്രിസ്തീയ വിഭാഗത്തിലെയും അത് മുസ്ലിം സഹോദരങ്ങൾക്കുമെല്ലാം ഇതുപോലെ ഒരുപാട് തരത്തിലുള്ള ആചാരങ്ങളും ഉണ്ട്. അതൊക്കെ മാറ്റാൻ ഇതുപോലെ വിധികൾ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സർക്കാരുകൾ നിലപാടെടുക്കുമോ എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതാണ്. അതാണ്, ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമല്ല, മതവിശ്വാസികളുടെ പ്രശ്നമാണ്. BJP തന്നെയും ഒരുങ്ങുന്നതിന് മുൻപ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വിശ്വാസികളെ വിശ്വാസത്തിന് വേണ്ടി സഹായിക്കും. അതല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും അത്തരത്തിലുള്ള ഒരു സാമുദായിക സംഘടനയുടെ ഭാഗമോ അല്ലെങ്കിൽ ഹിന്ദു സംഘടനയുടെ കൂട്ടായ്മയുടെ ഭാഗമോ അല്ല. അവരവരുടെ വിശ്വാസത്തിന് വേണ്ടി, നാളെ മുസ്ലിം സഹോദരന്മാർ അവരുടെ വിശ്വാസത്തിന് വേണ്ടി വന്നാലും ഈ സ്ഥിതി തന്നെ ഉണ്ടാവും. അതാണ് അയ്യപ്പൻ്റെ ശക്തി. വാവരുടെ ലൈനിലേക്ക് ശ്രീധരൻ പിള്ളയെ വരെ കൊണ്ടുവന്നില്ലേ? അതുതന്നെയാണ് തത്വമസി. വിശ്വാസത്തെ തകർക്കാൻ ആർക്കും സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസം തകർന്ന് ഇന്ന് കേവലം 11% വോട്ട് മാത്രം കിട്ടുന്ന അപ്രസക്തമായ ഒരു പാർട്ടിയായി മാറിയിട്ടുള്ളത്. കമ്മ്യൂണിസം തകർന്നതേ വക്കീൽ അറിഞ്ഞിട്ടുള്ളൂ. സോവിയറ്റ് യൂണിയൻ തന്നെ തകർന്നത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഞാൻ അടുത്ത കാലത്ത് വായിച്ചു, 8,000-ഓളം ബിഷപ്പുമാരെയാണ് 1917-22 കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയിൽ കൊന്നത്. അങ്ങനെ ഓർത്തഡോക്സ് സഭ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഓർത്തഡോക്സ് സഭ ഇതാ 7 പതിറ്റാണ്ട് കഴിയുമ്പോഴേക്കും അത് ഉയർന്നു വന്ന് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രകാശ ഗോപുരമായി മാറുകയും, നിങ്ങൾ സോവിയറ്റ് റഷ്യയിൽ പോയാൽ കുടിവെള്ളം ബോട്ടിലാക്കി വിൽക്കുന്നതിൽ അവിടുത്തെ ഓർത്തഡോക്സ് സഭയുടെ അധിപനായ തിരുമേനിയുടെ ചിത്രമുണ്ടെങ്കിലേ ആളുകൾ വാങ്ങുമെന്ന നിലയിലേക്കും സോവിയറ്റ് റഷ്യ മാറിയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായി ആ ഉറച്ച വിശ്വാസത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സോവിയറ്റ് റഷ്യ ഇന്നില്ല എന്നും സോവിയറ്റ് യൂണിയൻ 1991 ഡിസംബർ 25 പിരിച്ചുവിട്ടു എന്നുമുള്ള സത്യം സകലമാന BJPക്കാരെയും ഇതിനാൽ തെര്യപ്പെടുത്തുകയാണ്. ഏതായാലും സോവിയറ്റ് യൂണിയൻ വിട്, ഇന്ത്യയിലേക്ക് വാ, അതാണ് നല്ലത്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൗലികാവകാശം ഏതെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം അവനവന് ദൈവത്തിൽ വിശ്വസിക്കാനുള്ള, ആചരിക്കാനുള്ള, അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് എന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രത്തോളം പറഞ്ഞ സ്ഥിതിക്ക് ആ ഭരണഘടന മാറ്റാനോ മറികടക്കാനോ ശ്രമിക്കരുതെന്ന് പൊളിമിക്സ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. AKG നമ്മളെല്ലാം ബഹുമാനിക്കുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ ജനനായകൻ ഒരാളാണ്. ഞാൻ അതിനകത്ത് താഴ്ത്തിക്കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകന്മാരെ നിരാകരിച്ച ഒരേ ഒരു സംഭവമേ ഉള്ളൂ ചരിത്രത്തിൽ. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ 60കളുടെ അവസാനത്തിൽ CPM ഒരു വോളണ്ടിയർ കോറ് സംഘടിപ്പിച്ചു. ആ വോളണ്ടിയർ കോറ് സംഘടിപ്പിച്ചതിന്റെ സംഘാടക നേതാവ്, പരമോന്നത നേതാവ് സഖാവ് AK ഗോപാലനായിരുന്നു. ആ AK ഗോപാലൻ യൂണിഫോം ഇട്ടുകൊണ്ട് ഗോപാലസേന എന്നറിയപ്പെട്ട, ചരിത്രത്തിൽ അറിയപ്പെട്ട ഗോപാലസേനയെ നയിച്ച കാലഘട്ടം എന്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ ഇപ്പോഴും പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം പറഞ്ഞു, കറുത്ത മുണ്ട് വാങ്ങി ഉടുത്ത് പണം ചെലവഴിച്ച് ശബരിമലയ്ക്ക് പോകുന്ന സഖാക്കളൊക്കെ ഈ സേനയുടെ യൂണിഫോം വാങ്ങാൻ പണം ഉപയോഗിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശബരിമല പോകുന്നതിനെ പരസ്യമായി എതിർത്ത ചരിത്ര സംഭവത്തെ CPM-ന് നിരാകരിക്കാനാവില്ല. പക്ഷേ AKG മഹാനായിരുന്നു, ശ്രദ്ധേയനായ ജനനായകനായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും കരുത്തനായ അമരക്കാരനായിരുന്നു. പക്ഷേ ആ AK ഗോപാലന്റെ ആഹ്വാനത്തെ CPM-ന്റെ അണികള്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ തന്നെ നിരാകരിച്ചത് കൊണ്ടാണ്
ഇന്ന് എവിടെയെങ്കിലും ഗോപാലസേനയുണ്ടോ? ആ ഗോപാലസേനയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒന്ന് പരിശോധന നടത്താൻ കമ്മ്യൂണിസ്റ്റുകാര് തയ്യാറാകണം എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നു. സേനയുണ്ട്, അതിൻ്റെ പേര് മാറി എന്നേ ഉള്ളൂ. ഇപ്പോഴത് ഗോപാലസേനയല്ല, ബാലകൃഷ്ണ സേനയാണ്. ഇതാ സംഗതിയുണ്ട്. കണ്ടോ, ബാലകൃഷ്ണ സേനയെ കണ്ടോ? ബ്രൂവറി കണ്ട പിണറായി സർക്കാർ മറയുന്നത് പോലെ മലക്കം മറയുന്നത് കണ്ടോ? അതാണ് ബാലകൃഷ്ണ സേന. ഇന്നിത് ശബരിമലയിലെ പോലെ ഒരു പ്രത്യേക സമയത്ത് സ്ത്രീകൾ പോകാൻ പാടില്ലെന്നുള്ളത് എല്ലാ സഭകളുടെയും നിയമമാണ്, എല്ലാ മതങ്ങളുടെയും നിയമമാണ്. ഓർത്തഡോക്സ് പള്ളിയിൽ പോയി നോക്കൂ, മാർത്തോമാ സഭയുടെ മാരാമൻ കൺവെൻഷനിൽ 6 മണിക്ക് ശേഷം നടക്കുന്ന സമ്മേളനത്തിലേക്ക് ഒരൊറ്റ സ്ത്രീയെ പോലും കടത്തില്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന വസ്തുതയാണ്. ഞാൻ ഇന്നലെ ആലപ്പുഴയിൽ പത്രസമ്മേളനം പോയപ്പോൾ ഇവിടുത്തെ മുസ്ലിം പള്ളികളുടെ ചുമതലക്കാരനായ ദക്ഷിണ കേരളത്തിലെ നേതാവ് പുക്കുഞ്ഞിനോട് ചോദിച്ചു. പുക്കുഞ്ഞിനോട് പറഞ്ഞു, സ്ത്രീകൾ അത്തരം ഒരു അവസ്ഥയിൽ എത്തുമ്പോൾ ആ 4 ദിവസം അവർക്ക് ഖുറാനിൽ തൊടാൻ പോലും അവകാശമില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇത് ഇന്ന് നമ്മുടെ പ്രശ്നമാണെങ്കിൽ നാളെ കേരളത്തിലെ മറ്റ് വിഭാഗങ്ങളുടെ എല്ലാം പ്രശ്നമാകുന്ന വിശ്വാസികളുടെ വിപുലമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പോരാട്ടമുണ്ടാകണം. ഹിന്ദുക്കളുടെ വിശ്വാസം പോലെ തന്നെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസം സംരക്ഷിക്കണമെന്ന് BJPയെ ഓർമ്മിപ്പിച്ചതിന് അയ്യപ്പൻ ഒരു നെയ്ത്തേങ്ങ നേർച്ച. തുറന്ന ചെക്ക് ഞങ്ങൾ എണ്ണി, നിങ്ങൾക്ക് വിശ്വാസികൾക്ക് ആ ചെക്ക് ഫില്ല് ചെയ്യാം, പേരെഴുതാം, എടുക്കാം. ബ്ലാങ്ക് ചെക്കുമായി കലവറയില്ലാത്ത പിന്തുണയുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നു. NDA എന്നും പറഞ്ഞ് ഒരെണ്ണം ഞാൻ കാണാറില്ല. ഇപ്പോൾ ഇവിടെ സമരം നടത്തുന്നതിൽ BJP സമരം നടത്തുന്നതാണ് കണ്ടത്. സെക്രട്ടേറിയറ്റ് NDA നടത്തുന്നു. കേരളത്തിൽ NDA ഉള്ളതായിട്ട് എനിക്ക് കേട്ടിട്ട് കഴിവില്ല. ഇല്ലാത്ത ബാങ്കിലേക്ക് ചെക്ക് കൊടുക്കുന്നത് BJPക്കാരുടെ ഒരു സ്വഭാവമാണല്ലോ. ആ ചെക്ക് അങ്ങനെ കണ്ടാൽ മതി. പ്രത്യേകിച്ചും ഈ പരിപാടിയിൽ കേരള പുലയ മഹാസഭയുടെ ട്രസ്റ്റിയും അതുപോലെ തന്നെ അയ്യങ്കാളി സ്മാരക സമിതിയുടെ ചെയർമാനുമായ ഡോക്ടർ ബാവ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ വിവിധ സംഘടനകളുടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഗോത്ര നമ്മുടെ സങ്കല്പത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ എല്ലാ കക്ഷികളുടെയും പ്രതിനിധികളുണ്ട്. അവരെല്ലാം ഇവിടെ പ്രസംഗിക്കാൻ അവർക്കെല്ലാം അവസരം നൽകേണ്ടതാണ്. പക്ഷെ കഴിയുന്നില്ല. നമ്മൾ ഇനിയും നമ്മുടെ ഉച്ചയ്ക്ക് എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് 4 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ കൂടി 2 മിനിറ്റ് സമയം നമ്മുടെ മുൻ കേന്ദ്രമന്ത്രിയും കേരള കോൺഗ്രസിന്റെ ചെയർമാനുമായ PT ചാക്കോയുടെ മഹാനായ PT ചാക്കോയുടെ മകനുമായ PC തോമസ് 2-3 മിനിറ്റ് സംസാരിക്കും. സംഗതി നടേശ ഗുരു പറഞ്ഞത് തന്നെ. തമ്പ്രാൻ്റെ വേദിയിൽ അടിയാളർക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. പിന്നെ കേരള കോൺഗ്രസ്, അതു കഥ വേറെ. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിച്ചെടുക്കാം എന്നാണല്ലോ പ്രമാണം. നാളെ പിണറായി ക്രിസ്ത്യാനികളാരും അയ്യപ്പന്റെ പേര് പറയരുത് എന്ന് പറയുമോ എന്നെനിക്ക് പേടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ പിണറായി ചേട്ട അയ്യപ്പസ്വാമിയുടെ പേര് ഏറ്റവും അധികം ഇന്ത്യൻ പാർലമെന്റില് അംഗമാരിൽ നിന്ന് ശബരിമലയിലേക്ക് ഒരു പാത വേണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. എന്നെ ഇനി ചെവിക്ക് പിടിക്കുമോ? ആ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കുകയല്ലേ, അപ്പോൾ കാണാം ആരാണ് ചെവിക്ക് പിടിക്കുന്നത് എന്ന്. ഈ വിശ്വാസ സംരക്ഷണ സമരത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് കാണാതിരുന്നുകൂടാ. വടക്കൻ BJPയുടെ നേതാക്കളെ ആരെയും തെക്കോട്ടെടുത്തു കാണുന്നില്ല. ഇതൊരു ദ്രാവിഡ വിശ്വാസമാണെന്ന് തോന്നുന്നു. ഇവിടെ എത്തിച്ചേർന്ന എന്റെ സഹപ്രവർത്തക ഡോക്ടർ തമിഴ്സായി സൗന്ദർരാജ്,
അവർ മുഖ്യപ്രഭാഷണം നടത്തും. അവരെ സംബന്ധിച്ചിടത്തോളം കുമരി അനന്തന്റെ മകളാണ്. ആരാണെന്നറിയാമോ കുമരി അനന്തൻ? അവിടെ പട്ടികജാതി വർഗ അടിസ്ഥാന വർഗത്തിന് വേണ്ടി പോരാടിയ തമിഴ്നാട് കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന കുമരി അനന്തൻ, വിപ്ലവത്തിന്റെ മുഴുവൻ നേതൃത്വം കൊടുത്തയാള്, അധസ്ഥിത വിഭാഗങ്ങളുടെ പടത്തലവന്റെ മകൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തമിഴ്നാട് ഘടകത്തിന്റെ അധ്യക്ഷയാണ്. കേരളത്തിന് പുറത്തു നിന്ന് വന്നത് തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് മാത്രമാണ്. நேற்று நமக்கு எதிரா இன்னைக்கு இந்த இடத்துல நடக்கிற ஊர்வலத்துக்கு எதிரா நேத்து ஒரு ஊர்வலம் நடத்தினாங்களாம். அந்த ஊர்வலத்துல பெண்கள்கிட்ட கேட்டாங்களாம், நீங்க ஐயப்பன் கோயிலுக்கு போகணும்னு இந்த ஊர்வலத்துக்கு வந்தீங்களான்னு. இல்ல இல்ல இல்ல, நாங்க ஐயப்பன் கோயிலுக்கு போக மாட்டோம், ஏதோ அரசாங்க திட்டம்னு சொல்லி எங்களை கூப்பிட்டாங்க, அதனால நாங்க வந்தோம் என்று இங்கே கூடியிருக்கும் கூட்டத்தில் 10% கூட எதிர்ப்பு தெரிவிக்காத கூட்டத்தை தான் கம்யூனிஸ்ட் கட்சி நடத்தி காண்பித்தது. ஆக உங்களுக்கு தோல்வி, எங்களுக்கு வெற்றி என்பதை இந்த கூட்டம் காண்பித்துக் கொண்டிருக்கிறது. CPM-ന്റെ നേതൃത്വത്തിൽ ഇതേ സ്ഥലത്ത് നടന്ന വനിതാ അവകാശ സംരക്ഷണ സംഗമത്തിന്റെ കാര്യമാണ് അവർ പറഞ്ഞത്. അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന എല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ടാണ് ഇന്ന് ഇതിവിടെ ഈ ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. അവകാശമല്ല എന്ന് BJP സ്ത്രീകൾ പറയുന്ന സംഗതിയെയാണല്ലോ അവകാശമാണ് എന്ന് ശ്രീമതി ടീച്ചർ പറയുന്നത്. എന്ന് വെച്ചാൽ അവകാശവും ആപേക്ഷികമാണ്. ഞങ്ങളെല്ലാം ഈ രംഗത്ത് വന്ന സന്ദർഭത്തിലാണ് 1987 രാജസ്ഥാനിൽ രൂപ് കൻവാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി ഭർത്താവ് മരിച്ചപ്പോ അവരുടെ കുടുംബാംഗങ്ങളും അവരുടെ അയൽപക്കക്കാരും എല്ലാവരും ചേർന്ന് ആ സഹോദരിയെ, ചെറുപ്പക്കാരിയെ ഭർത്താവിന്റെ ചിതയിലേക്ക് തള്ളിയിട്ടത്. ഇത് വലിയ കോളിളക്കമുണ്ടാക്കി. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ ചിതയിൽ ചാടി സ്വയം ജീവൻ ഹോമിക്കണം എന്ന ആചാരം നിലനിന്ന ഒരു രാജ്യമായിരുന്നു നമ്മുടെ രാജ്യം. അതിന് സതി, നമ്മുടെ അഡ്വക്കേറ്റ് സതീദേവിയുടെ പേരല്ല, സതിയല്ല, സതി എന്ന് പറയുന്നത് ഒരു ആചാരമായിരുന്നു. അങ്ങനെ സതി ഇന്ത്യക്കകത്ത് നിരോധിച്ചെങ്കിലും ആ നിരോധിക്കപ്പെട്ട നിയമം നിലനിൽക്കുമ്പോൾ പോലും രാജസ്ഥാൻ പോലുള്ള സ്റ്റേറ്റിൽ ഇത് വീണ്ടും അനുവർത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെതിരെ ഉയർന്ന പ്രചരണം, അന്ന് രാജസ്ഥാനിൽ ഈ സതി എന്ന ദുരാചാരത്തിന് വഴിപ്പെട്ട സ്ത്രീയുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങൾ ചെയ്തതിനെതിരെ ഇന്ത്യക്കകത്ത് വലിയ പ്രചാരണം വന്നപ്പോ അതിനെ അനുകൂലിച്ചുകൊണ്ട് രാജസ്ഥാനിലെ 50,000 വരുന്ന സ്ത്രീകളെ രംഗത്തിറക്കാൻ അവിടുത്തെ RSS BJP-ക്കാർ തയ്യാറായി. ഈ കേസിൽ സുപ്രീം കോടതി വിധിക്കെതിരെ സ്ത്രീകളെ രംഗത്തിറക്കാൻ രാജസ്ഥാനിലെയോ ഡൽഹിയിലെയോ RSS-കാർ തയ്യാറാവില്ല. ഞാൻ അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ പത്രങ്ങളിലെല്ലാം കണ്ടു, സാമൂഹ്യ നീതി വകുപ്പ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മേനകാ ഗാന്ധി പറഞ്ഞു ഏറ്റവും നല്ലൊരു വിധിയാണ്. ഇപ്പോഴാണ് ക്ഷേത്രമായത്. മേനകാ ഗാന്ധി നല്ല ഒന്നാന്തരം BJP-ക്കാര്, RSS-നെ അമ്മയും മകനും നല്ല ഒന്നാന്തരം RSS-നെയും BJP-യെയും പിന്തുണക്കുന്നവരാണ്. അവരാ പറയുന്നത് ഇപ്പോഴാണ് ശബരിമല ഒരു ക്ഷേത്രമായത്. എല്ലാവർക്കും ഇഷ്ടമുള്ള നിങ്ങൾ പോണെന്ന് പറഞ്ഞോ. ഞാനിപ്പോ നമ്മളെ കുട്ടിയോട് ഇവിടെ നീ പോയിക്കോ നമ്മൾ പറയുന്നുണ്ടാ, നിങ്ങൾക്ക് പോണെങ്കിലും പോണ്ടു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകണമെങ്കിൽ സർക്കാർ അതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഇത് പറഞ്ഞതാണോ സർക്കാരിനൊരു തെറ്റായിപ്പോയത്? നിങ്ങൾ പോകുന്നില്ലെങ്കിൽ പോകണ്ട. പക്ഷെ ഇങ്ങനെ ഓരോ പ്രദേശത്തും വിശ്വാസികളുടെ വിശ്വാസത്തെ തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിപ്പിച്ച് ചൂഷണം ചെയ്ത് സ്ത്രീകളെ രംഗത്തിറക്കിയിട്ട് ഞങ്ങൾക്ക് അവകാശം വേണ്ട എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ കേരള ചരിത്രത്തിൽ ആദ്യമാണ്. ഞങ്ങൾക്ക് ഈ അവകാശം വേണ്ട
ഇവരിനി ഏത് നൂറ്റാണ്ടിലേക്കാണ് പുറകോട്ട് പോകേണ്ടത്? പുറകോട്ട് പോയാലുള്ള അവസ്ഥ എന്താണ് എന്നല്ലേ? തികഞ്ഞ അടിമത്തം. മിണ്ടാൻ പറ്റൂല, കസേരയിൽ ഇരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ബെഞ്ചിൽ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്കൂളിലേക്കൊന്നും അയക്കാത്തത്. പിന്നെ അമ്പലത്തിൽ പോകുന്നതൊക്കെ എങ്ങനെയാണെന്നറിയോ? അത് കുറച്ചാൾക്കേ പോയിട്ടുള്ളൂ. ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് അന്നത്തെ കാലത്ത് വളരെ കുറച്ച് സ്ത്രീകൾക്ക്, ഈ സവർണന്മാരായിട്ടുള്ളവർക്ക് അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ. അവര് പോകുന്നത് എങ്ങനെയായിരിക്കണം? അവിടെയുള്ള പുരുഷന്മാരിലുണ്ടാവും നല്ല, അവിടെ കുളിച്ചിട്ട് പോയാലും അമ്പലക്കുളത്തിൽ കുളിച്ച് നനഞ്ഞു ഒട്ടുന്ന വസ്ത്രവും ധരിച്ചിട്ടേ കയറാവൂ. എന്താ സുജാതെ? അങ്ങനെ നിങ്ങൾക്ക് ഈ ചെറുപ്പക്കാർക്ക് അറിയാത്തോണ്ടാണ്. അതായത് ക്ഷേത്രത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് പോയാലും നല്ല ഉണങ്ങിയ വസ്ത്രം ധരിച്ചാലും അമ്പലത്തിൽ എല്ലാത്തിലും ഒരു കുളം ഉണ്ടാവും. ആ കുളത്തിൽ പോയി കുളിച്ച് നനഞ്ഞ വസ്ത്രത്തിനുള്ളിൽ സ്ത്രീയുടെ ശരീരം എങ്ങനെയുണ്ടെന്ന് അവിടെ അമ്പലത്തിലുള്ളവർക്കെല്ലാം കാണാം. അപ്പൊ ആ വസ്ത്രത്തോട് കൂടിയേ പോകാവൂ. അതിനു മുമ്പാണെങ്കിൽ മാറ് മറക്കാനേ പാടില്ല. മാറ് അങ്ങനെ ശരീരത്തിൽ ഒരു തുണി പോലും ഇടാൻ പാടില്ല എന്നുള്ള നിയമം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ പാടേയില്ല. അതിനെതിരെയാണല്ലോ മാറുമറക്കൽ സമരം നടന്നത്. എന്നിട്ട് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെല്ലാം ഈ രൂപത്തിൽ നഗ്നത മറച്ചുകൊണ്ട്, മാറു മറച്ചുകൊണ്ട് സ്ത്രീകൾ രംഗത്ത് വന്നു. രംഗത്ത് വന്നപ്പോ ചിലരെല്ലാം അഭിമാനത്തോടു കൂടി നോക്കി. പക്ഷെ പിറ്റേ ദിവസമുണ്ട് ഒരു 10-50 സ്ത്രീകള് മാറു മറക്കാതെ അമ്പലത്തിൽ പോകാനുള്ള അവകാശം വേണം. ഇത് സ്ത്രീകളെ ആരാ അതിന്റെ പിന്നിൽ നിന്ന്? ഈ പാവപ്പെട്ട സഹോദരിമാരുടെ അവകാശം, മാറു മറക്കാനുള്ള അവകാശത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത നമ്മുടെ ചേർത്തലയില് നങ്ങേലി എന്ന് പറയുന്ന ചെറുപ്പക്കാരി, എനിക്ക് മാറു മറക്കാനുള്ള അവകാശം എന്റേതാണ്, എനിക്ക് കിട്ടിയ തുണി കൊണ്ട് ഞാൻ നെല്ല് കൊയ്യുമ്പോ മാറു മറക്കും, അതിന് വേണ്ടുന്ന ശിക്ഷ കൊടുക്കാൻ വേണ്ടി വന്നപ്പോ, ബലം പ്രയോഗിച്ച് കൊണ്ടുവരാൻ പോയപ്പോ വീട്ടിന്റെ പിറകിൽ പോയി അരിവാളെടുത്ത് തന്റെ സ്വന്തം മാറിടം ചെത്തി വാഴയിലയിൽ വെച്ച് ഇതാ കൊണ്ടുപോയി ചുട്ട് തിന്നു എന്ന് പറഞ്ഞിട്ട് കൊടുത്ത പാരമ്പര്യമുള്ള നാടാണ് കേരളം. നങ്ങേലിയുടെ ചരിത്രം പറഞ്ഞെടുത്ത് ചെറിയൊരു പിശകുണ്ട്. ടീച്ചർ ഒന്ന് പരിശോധിച്ചാൽ മതി. മാറുമറച്ചതിന് ശിക്ഷിക്കാൻ ആൾ വന്നപ്പോഴല്ല നങ്ങേലി അങ്ങനെ ചെയ്തത്. മുലക്കരം പിരിക്കാൻ ആൾ വന്നപ്പോഴാണ്. മുലക്ക് കരം കെട്ടേണ്ടിയിരുന്നു അന്ന്. ആ മുലക്കരം പിരിക്കാൻ ആൾ വന്നപ്പോഴാണ് നങ്ങേലി മുല മുറിച്ചു കൊടുത്തത്. മുലയുടെ നികുതി, അങ്ങനെയൊക്കെയാണ് കേരളം കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയ സഹോദരിമാരോട് എനിക്കൊരു അഭ്യർത്ഥനയേ ഉള്ളൂ. നിങ്ങള് ആ 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ഒരു മാസക്കാലത്തെ ഒരു 4-5 ദിവസം നിങ്ങൾ വേറെ തന്നെ ഒരു കെട്ടിടവും ഒരു മുറിയും എടുത്തിട്ട് അവിടെ പോയി താമസിച്ച് ഈ എന്താണ് വാലായ്മ, എന്തെന്നാലും പേര് പറയാ പോലെ അല്ലേ, പറയാ തീണ്ടൽ, അതിലേക്കൊന്ന് പോണം എന്നാണ് എന്റെ അഭിപ്രായം. പോളിമിക്സ് ഒരു അഭിപ്രായവും പറയുന്നില്ല. ടീച്ചറുടെ അഭിപ്രായത്തെ വ്യാഖ്യാനിക്കുന്നുമില്ല. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.